ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെള്ളിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. രാവിലെ മുതൽ ഉച്ചവരെ ഉള്ള വീഡിയോ മാത്രമേ ഉള്ളൂ. ഇതിൽ കുറച്ച് ഓർഡറൊക്കെ ഉണ്ടായിന്, അതിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ് ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണാം. എന്നും ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ടാണ് പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരല്. ഇന്ന് ഞാൻ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നാസ്തയൊക്കെ കഴിച്ചതിന് ശേഷമാണ് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം തന്നെ ബ്രെഡ് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഇതുപോലെ ഞാൻ മിക്സിയിലിട്ടിട്ടുണ്ട്. സൈഡൊക്കെ പൊടിച്ചെടുക്കുന്നുണ്ട്, വെറുതെ വേസ്റ്റാക്കി കളയുന്നില്ല. അങ്ങനെ അതൊക്കെ റെഡിയാകുന്ന സമയം കൊണ്ട് അനിയത്തി ഹാഫ് മൂണിൻ്റെ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ അപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ട്. അത് നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബ്രെഡൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ ഇതുപോലെ ഓരോന്നും എടുത്തിട്ട് കോലുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മരുന്നിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും റെഡിയാക്കി തരുന്നതാണ്. കുറച്ച് ബിസി ആയിപ്പോയി. എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ബിസി ആയതെന്ന്. അങ്ങനെ ബ്രെഡൊക്കെ ആവി കയറ്റിയിട്ട് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഫില്ല് ചെയ്തിട്ട് ബ്രെഡ് സമൂസ റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മുടെ ഹാഫ് മൂണിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്, ബ്രെഡ് സമൂസൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്, പിന്നെ ചിക്കൻ റോളും ഉണ്ട്, അതിൻ്റെ മസാലയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ എല്ലാ മസാലകളും റെഡിയാക്കി പിന്നെ ഞാൻ ഇരുന്നിട്ടാണ് ബാക്കി പണിയെടുക്കുന്നത്. അങ്ങനെ ബ്രെഡ് സമൂസ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രെഡ് സമൂസ ഒക്കെ റെഡിയായി. ഇനി ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെക്കണം ഫ്രിഡ്ജിലേക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല ബീഫ് ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അത് അനിയത്തി റെഡിയാക്കുന്നതാണ്. നല്ല ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ. അങ്ങനെ അതിൻ്റെ മസാല റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു ബ്രെഡ് സമൂസൻ്റെ. പിന്നെ ഞാൻ ആദ്യം പൊടിച്ചു വെച്ച സൈഡൊക്കെ ഇല്ലേ, അത് നല്ല കുറച്ച് കട്ടി കളറായതുകൊണ്ട് പിന്നെ സാധാ ബ്രെഡ് പൊടിച്ചതും കൂടി മിക്സ് ആക്കിയിട്ടാണ് അതിന് കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കളറ് കുറഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഫോണൊക്കെ തുറന്നാൽ എല്ലായിടത്തും കാലവർഷക്കെടുതിയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കുറച്ച് മഴയൊക്കെ കുറവാണ്, ഓവറായിട്ടില്ല, എന്നാലും കണക്കായിട്ടുണ്ട്. പിന്നെ എല്ലാ നാട്ടിലുള്ള പോലെയൊന്നും ഇവിടെ ഇല്ല. പിന്നെ എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കവും കാര്യങ്ങളും ആണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാം. എല്ലാവിധ ആപത്ത് മുസീബത്തിൽ നിന്നും പടച്ചറബ് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. പിന്നെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് പടച്ചറബ് സമാധാനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയെന്ന്. അങ്ങനെ നമ്മുടെ ബ്രെഡ് സമൂസ റെഡിയാക്കിയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. കുറേ ആൾക്കാർക്ക് സംശയമുണ്ട് പാക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു കവറും കൂടി വെച്ചു കൊടുത്തിട്ടാണ് രണ്ടാമത്തെ ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യൂല. അങ്ങനെ അത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചിക്കൻ റോളിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കുകയെന്ന്. ആദ്യം തന്നെ പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊഴിച്ചാൽ മൈദ മാവൊന്നും സൈഡിൽ ഒട്ടിപ്പിടിക്കൂല, അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷമാണ് മൈദയൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടിട്ട് അത് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാകത്തിനുള്ള ലൂസിലാണ് കലക്കിയെടുക്കുന്നത്. എന്നാലേ അതിൻ്റെ ദോശ ശരിയാകും. കൈയൊക്കെ ഇപ്പം ചൂടുകൊള്ളലും മറന്നുപോയി തോന്നും. ദോശയൊക്കെ മറിച്ചിടുമ്പോൾ തന്നെ നല്ല പൊള്ളലും ഉണ്ട്. ദോശ പൊട്ടിപ്പോയി. പിന്നെ അത് 2-3 ആക്കുമ്പോൾ തന്നെ അത് ശരിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വേഗം ഞാൻ ദോശയൊക്കെ ചൂട്ടിട്ട് ഇതുപോലെ അട്ടിക്ക് വെക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലെ അട്ടിക്ക് വെക്കുന്നതും ഇതുപോലെ ദോശ ചൂടുന്നതൊക്കെ കാണുന്നത്. ഒരുപാട് ഉപകാരമുണ്ട് അത് കണ്ടുകൊണ്ട്. നമ്മൾക്കും അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അനിയത്തി ഹാഫ് മൂൺ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ദോശയൊക്കെ ചുട്ടതിന് ശേഷം ചിക്കൻ റോള് ഞാൻ വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. മുന്നേ ഇട്ട 2-3 വീഡിയോസിൽ കുറേ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് ഇനി Q&A വീഡിയോ ചെയ്യുമെന്ന്. Q&A വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അതുപോലെ നിങ്ങൾക്ക് Q&A ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ നിങ്ങളുടെ സംശയങ്ങൾ അതിൻ്റെ അടിയിൽ ചോദിച്ചാൽ ഞാൻ തീർച്ചയായും ഒരു Q&A വീഡിയോ, ലോങ് വീഡിയോ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ലോങ് വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സംശയങ്ങളും ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് തീർച്ചയായിട്ടും ഇടാം. ഞാൻ ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ ബിരിയാണിയൊക്കെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ റോളും പിന്നെ ഹാഫ് മൂണൊക്കെ ഞാൻ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്.
എല്ലാം പാക്ക് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ പാക്കാക്കുന്നത് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതുപോലെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. ഒരു പാക്കറ്റിലുള്ളത് ഒരു ലെയറേ വെച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ പാക്കറ്റിൽ നിങ്ങൾ 2 ലെയർ കാണുന്നുണ്ടാവും. അതിൻ്റെ മുകളിൽ ഒരു കവറ് മുറിച്ചിട്ട് ഞാൻ അതിന് കണക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കൂല. ഇതും ഓരോ ആൾക്കാർ പറയുന്ന എണ്ണത്തിനനുസരിച്ചിട്ടാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. 25 എണ്ണം വരെ പാക്കാക്കി കൊടുക്കും. 25-30 എണ്ണം വരെ ഒരു പാക്കറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെ എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും അനിയത്തി കച്ചമ്പറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ചോറ് വെച്ചത്. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും കച്ചമ്പറും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങയൊക്കെ ഉണ്ടായിന്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.